ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇഞ്ചിയും മഞ്ഞളും അതേപോലെ പച്ചക്കറി വിളകളൊക്കെ നമുക്ക് കൃഷി ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചി മുളച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തടമെടുത്ത് അതിലേക്ക് നട്ടു കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതേപോലെ വിത്ത് കളക്ട് ചെയ്ത് വെച്ച ഇഞ്ചിയാണ്. നല്ല മുള വന്നിട്ടുണ്ട്, എല്ലാത്തിലും മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നട്ടു കൊടുക്കേണ്ട സമയം തന്നെയാണ്. നമ്മൾ മഞ്ഞളിനൊക്കെ തടമെടുക്കുന്ന വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇഞ്ചി നടുന്ന രീതിയും. അപ്പം തടമെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്താണ് തടമെടുക്കാൻ പോകുന്നത്. അതുപോലെ നമ്മൾ മഞ്ഞൾ നട്ടു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് നമ്മൾ ഇഞ്ചി നടാൻ വേണ്ടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ നിലം നല്ല രീതിയിൽ കൊത്തി മണ്ണ് പൊടിയാക്കി അതിനുള്ള പുല്ലൊക്കെ മാറ്റി ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിക്ക് കളകളൊന്നും പാടില്ല. അപ്പോൾ കളകളൊക്കെ നമ്മൾ പറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഓരോ വിത്തുകളായിട്ട് ഈ തടത്തിൽ നട്ട് കൊടുക്കുന്നു. അതേപോലെ മണ്ണ് നീക്കിയിട്ട് അധികം താഴ്ചയില്ലാത്ത രീതിയിൽ മണ്ണിട്ടൊന്ന് മൂടി കൊടുക്കുന്നുണ്ട്. ഇഞ്ചി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വേണം ഇത്തരത്തിൽ ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. മണ്ണ് നല്ല രീതിയിൽ പൊടിച്ച് ഇതേപോലെ തടമുണ്ടാക്കി അതിലാണ് നട്ടു കൊടുക്കേണ്ടത്. ഇത് ഇനി ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്ക് ഇഞ്ചി മുളച്ച് കിട്ടും. മുളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വീണ്ടും വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. പച്ചില വളങ്ങളും അതേപോലെ ഉണങ്ങിയ ഇലകളൊക്കെ നമുക്ക് ഇതിന് മുകളിലിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ മൊത്തമായിട്ട് നമ്മൾ നട്ടു കൊടുക്കുകയാണ്.